18 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം അടുക്കുന്നു. അബ്ദുൾ റഹീമിനെ മാപ്പ് നൽകുന്നതിനുമായി ബന്ധപ്പെട്ട് വാദിഭാഗവും പ്രതിഭാഗവും അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യൻ എംബസി ഇഷ്യൂ ചെയ്ത 15 മില്യൺ റിയാലിന്റെ ചെക്ക് ഗവർണറേറ്റിന് കൈമാറി. വിവരമായി ഗോകുൽ കെ വേണുഗോപാൽ ചിരിയാണ്. ഗൂഗിൾ, ഒരു മോചനം ഉടൻ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത, അല്ലേ? സുരേഷ്, മോചനം വളരെ പെട്ടെന്ന് സാധ്യമാകാനുള്ള നടപടികളിലേക്ക് കടക്കുന്നുവെന്നാണ് നമുക്ക് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി കോടതി നടപടികളിലേക്കാണ്. ഈ വാദിഭാഗവും പ്രതിഭാഗവും അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ഇനി കോടതി നടപടികളിലേക്കാണ് കടക്കേണ്ടിയിരിക്കുന്നത്. കീഴ്ക്കോടതി ഈ അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ കീഴ്ക്കോടതി ഒപ്പിടുകയും അത് മേൽക്കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നതോടുകൂടി ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളിൽ നിന്ന് അബ്ദുൾ റഹീം പൂർണ്ണമായും മോചിതനാകും. പിന്നീട് അബ്ദുൾ റഹീമിന് തിരിച്ച് കോഴിക്കോടേക്ക് വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. 2006 ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അതായത് 2006 തന്റെ 26-ാം വയസ്സിൽ സൗദിയിലേക്ക് ജോലിക്ക് പോയതായിരുന്നു കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഹീം. അവിടെ വെച്ച് തന്റെ സ്പോൺസറുടെ മകനെ പരിചരിക്കുകയായിരുന്നു അബ്ദുൾ റഹീമിന്റെ പ്രധാനപ്പെട്ട ജോലി. സ്പോൺസറുടെ മകന്റെ കഴുത്തിന് താഴേക്ക് ചലനശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. കഴുത്തിൽ ഘടിപ്പിച്ച ഒരു ഉപകരണം വഴിയായിരുന്നു ഈ കുട്ടിക്ക് ഭക്ഷണം നൽകിയിരുന്നത്. ഒരു ദിവസം യാത്രാമധ്യേ അബദ്ധത്തിൽ ഈ അബ്ദുൾ റഹീമിന്റെ കൈകൊണ്ട് ഈ കുട്ടിയുടെ ഭക്ഷണം നൽകുന്ന കഴുത്തിന് ഘടിപ്പിച്ചിട്ടുള്ള ആ ഉപകരണം താറുമാറാവുകയും തുടർന്ന് ഈ കുട്ടി മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഈ അബ്ദുൾ റഹീമിനെ സൗദി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന സമയത്തു തന്നെ ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികളിലേക്കൊക്കെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നിരുന്നു. പല രീതിയിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിലാണ് 34 കോടി രൂപ നൽകി കഴിഞ്ഞാൽ അബ്ദുൾ റഹീമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാമെന്ന് ഈ മരണപ്പെട്ട കുട്ടിയുടെ കുടുംബം അബ്ദുൾ റഹീമിന്റെ കുടുംബത്തെ അറിയിക്കുന്നത്. തുടർന്ന് ഈ 34 കോടി രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്. ഈ തുക സമാഹരിക്കാനുള്ള ശ്രമം അബ്ദുൾ റഹീം നിയമ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തി. ഒരു മാസം കൊണ്ട് ആദ്യത്തെ 3 ആഴ്ച കൊണ്ട് 5 കോടി രൂപ മാത്രമായിരുന്നു സമാഹരിച്ചിരുന്നത്. ബാക്കി ആവശ്യമായിട്ടുള്ള 34 കോടി രൂപ അവസാനത്തെ ഒരാഴ്ച കൊണ്ടാണ് സമാഹരിച്ചത്. നാട്ടുകാരുടെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും ഉൾപ്പെടെ ആളുകളുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ച് അവരുടെ നേതൃത്വത്തിൽ 34 കോടി രൂപ കളക്ട് ചെയ്യുകയും 34 കോടി രൂപയല്ല 34 കോടി രൂപയാണ് അബ്ദുൾ റഹീമിന് പുറത്തിറങ്ങാൻ ആവശ്യമായിരുന്ന തുക. കളക്ട് ചെയ്ത് 47 കോടിയോളം രൂപ കളക്ട് ചെയ്തിരുന്നു. ആ രീതിയിൽ മലയാളി മനസ്സാകെ ഒന്നിച്ചു നിന്ന ഒരു കാര്യമായിരുന്നു ഈ അബ്ദുൾ റഹീമിന്റെ മോചനം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വാദിഭാഗവും പ്രതിഭാഗവും അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ഇനി കോടതി നടപടിയാണ്. കോടതി നടപടിയിലേക്ക് കടക്കുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും അബ്ദുൾ റഹീമിന്റെ മോചനം യാഥാർത്ഥ്യമാവുകയാണ്. ഈ വാദിഭാഗമായിട്ടുള്ള ആളുകൾ ഈ അബ്ദുൾ റഹീമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ കുഴപ്പമില്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ അറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ഇനി കോടതിക്ക് മറ്റു നടപടികളിലേക്കൊന്നും കടക്കാനില്ല. കാരണം ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് ഇത്രയും നഷ്ടപരിഹാരം 34 കോടി രൂപ വേണം എന്ന് കോടതി വഴിയായിരുന്നു അബ്ദുൾ റഹീമിന്റെ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ആ തുക സമാഹരിച്ച് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചെക്കും കൈമാറിയിരിക്കുന്നു. ഇനി എന്തായാലും സ്വാഭാവികമായിട്ടും ഈ കോടതി നടപടികൾ പൂർത്തിയാകുന്നതോടുകൂടി അബ്ദുൾ റഹീമിന് തിരികെ ഭാരതത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നാണ് അബ്ദുൾ റഹീമിന്റെ കുടുംബവുമായും ഈ അബ്ദുൾ റഹീം നിയമസഹായ സമിതിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മോചനം ഉടൻ സാധ്യമാകുന്നത് തന്നെയാണ് പ്രതീക്ഷയും. ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്.